നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി സെപ്റ്റംബർ 17 മാറ്റിയിരിക്കുന്നത്. കേസിൽ എത്ര സാക്ഷികളെ വിസ്തരിക്കണമെന്നത് സംബന്ധിച്ച് അറിയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ച് വിചാരണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ടും തേടിയിരുന്നു. കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി. കഴിഞ്ഞ 7 വർഷമായി വിചാരണ തടവുകാരനായി തുടരുന്ന സുനി ജാമ്യത്തിനായി കീഴ്ക്കോടതികളെ സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം തേടിയത്. ഇതുവരെ 10 തവണയാണ് സുനി ഹൈക്കോടതിയിൽ മാത്രം ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ വിദഗ്ധ ചികിത്സ വേണമെന്നൊക്കെയാണ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പൾസർ സുനി ആവശ്യപ്പെടുന്നത്. വിചാരണ വൈകിപ്പിക്കാൻ 8ാം പ്രതിയായ ദിലീപാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന വിചാരണ അനന്തമായി നീണ്ടുപോകുകയാണെന്നും 261ാമത്തെ സാക്ഷിയെ അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ് 95 ദിവസമാണ് വിചാരണ ചെയ്തതെന്നും സുനിയുടെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിചാരണയാണ് ഇപ്പോൾ നടത്തുന്നത്. തനിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ സംബന്ധിച്ച വിചാരണ നടപടികൾ പൂർത്തിയായിട്ടുമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ എത്രയും പെട്ടെന്ന് ജാമ്യം അനുവദിക്കണമെന്നും സുനി ഹർജിയിൽ ആവശ്യപ്പെടുകയാണ്. അതേസമയം അടുത്ത മാസം 17 ഹർജി പരിഗണിക്കാൻ മുമ്പ് വിചാരണ പുരോഗതി അറിയിക്കാൻ സർക്കാരിനോട് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. മറുപടി നൽകാൻ സർക്കാർ 2 ആഴ്ചത്തെ സാവകാശമാണ് തേടിയിരിക്കുന്നത്. തൃശൂരിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടിയെ മറ്റൊരു വാഹനത്തിലെത്തി പൾസർ സുനിയും സംഘവും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൾസർ സുനി പോലീസിന്റെ പിടിയിലായിരുന്നു. കേസിൽ 8ാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് പലതവണ സുനി ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ സുനിയുടെ ജാമ്യത്തെ ശക്തമായി എതിർക്കുകയായിരുന്നു. ഗുരുതരമായ കുറ്റകൃത്യമാണ് സുനി നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. അതേസമയം പൾസർ സുനി ഇടയ്ക്കിടെ കോടതിയെ സമീപിക്കുന്നതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയം പലപ്പോഴുമായി ഹൈക്കോടതി പ്രകടിപ്പിച്ചതാണ്. സുനി ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹായത്തോടെ അല്ല ഇതുവരെയും ജാമ്യാപേക്ഷയുമായി കോടതിയിലെത്തിയത്. ലക്ഷങ്ങൾ ഫീസ് നൽകി സ്വന്തമായി നിയോഗിക്കുന്ന അഭിഭാഷകർ വഴിയാണ് കോടതിയിലെത്തുന്നത്. ആരെങ്കിലും പിന്നിലില്ലാതെ ഉയർന്ന ഫീസ് നൽകി എങ്ങനെയാണ് സുനി അഭിഭാഷകനെ ഏർപ്പെടുത്തുന്നതെന്ന് കോടതി തന്നെ ഉയർത്തിക്കാട്ടിയ ഒരു ചോദ്യമാണ്. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.